ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേൺസ് മാനേജ്മെൻ്റ് ആണ്. വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി ബേൺസിൻ്റെ ബാക്കി ടോപ്പിക്കുകളും ഇൻ്റർഗ്യുമെൻ്റ് സിസ്റ്റത്തിലെ ബാക്കി ടോപ്പിക്കുകളും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പാക്ലാൻഡ് ഫോർമുല, റൂൾ ഓഫ് 9, ഡിഗ്രി ഓഫ് ബേൺസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻ സിനാരികളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ആ പഠിക്കുന്ന കാര്യങ്ങൾ തറവായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഗുണം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുള്ളത് കൊണ്ടാണ്. ഈ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ലഭിച്ച കുറേ കമൻറ്റുകളുടെയും പേഴ്സണൽ ഫോൺ കോളുകളുടെയും അടിസ്ഥാനത്തിൽ 1-2 കാര്യങ്ങൾ പൊതുവായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഫസ്റ്റ് തിങ്, ഇപ്പോഴും കുറേ പേർക്കും അവരുടെ ആ ഒരു കോഴ്സ് പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർക്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അവർക്ക് പ്രോപ്പറായിട്ട് ഉള്ളൊരിത് കിട്ടുക എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട്. ചില റോങ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും വളരെ ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടും സിലബസ് ഓറിയൻറ്റഡ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ. അങ്ങനെ ഉറപ്പാക്കിയ ശേഷമേ നിങ്ങൾ ഫീസ് കൊടുത്ത് ആ കാര്യങ്ങളോട്ട് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമും മണിയും വേസ്റ്റ് ആവും. ഇതേ കാര്യം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വരുത്താനും അതിൻ്റെ ഒരു നല്ലൊരു തീരുമാനം ഗുണം നിങ്ങൾക്ക് കിട്ടാനാണ് വീണ്ടും പറയുന്നത്. അതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളും പിന്നെ ക്വസ്റ്റ്യൻ സിനാരികളൊക്കെ CBT പഠിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ നോസ് ടൈംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു എന്ന് അറിയാൻ സാധിച്ചു. എസ്പെഷ്യലി റോൾ ഓഫ് 9 പാക്ലാൻഡ് ഫോമിലൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആയി എന്ന് അവർ പറഞ്ഞു. അതൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ പ്രത്യേകിച്ച് ടോപ്പിക് പാർട്ടുകളോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നമ്മളതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോയിൽ ചാനലുകളിൽ ഇനി വരാവുന്ന ചില എസ്പെഷ്യലി US ഇംഗ്ലീഷ് ആർമി ബേസ്ഡ് ഡാറ്റ ഫ്ലോയിൽ, അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷണൽ ടെസ്റ്റിൽ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ചില അപ്ഡേറ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പ്ലാൻ ചെയ്യാവുന്നതുമാണ്. പിന്നത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ടോപ്പിക്കുകളിൽ എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യേണ്ടവരെയോ കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതനുസരിച്ച് നമ്മൾ അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. ബേൺസ് മാനേജ്മെൻറ്റ്. ഈ ബേൺസ് മാനേജ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് എന്ത് പോയിൻ്റാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്? നമുക്കറിയാം, ഒരു ബേൺസ് നടക്കുമ്പം അത് മേ ബി ഒരു 10 അല്ലെങ്കിൽ 20% എത്തുമ്പം നമ്മുടെ ബോഡിയിൽ റാപ്പിഡായിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഷിഫ്റ്റ് നടക്കും. അപ്പം ആ ഒരു ഫ്ലൂയിഡ് തന്നെയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് 24 ഹവറിൽ പ്രയോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ വേണ്ട കാര്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സ്റ്റെൻസീവായിട്ട് ബേൺസ് ആ ഒരു ടിഷ്യൂസിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് ഫ്ലൂയിഡ്സൊക്കെ റാപ്പിഡായിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ടിഷ്യൂസിൻ്റെ പെർഫ്യൂഷനൊക്കെ കുറയും, ഹൈപ്പോടെൻഷൻ ആവും, ടക്കിക്കാർഡി ആവും. അങ്ങനെ ക്ലൈൻറ്റ് വളരെ സഡൻ ആയിട്ട് ഷോക്കിലോട്ട് പോകും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത പാക്ലാൻഡ് ഫോമുലയാണ്. പാക്ലാൻഡ് ഫോമുല ഓൾറെഡി നമ്മൾ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഉള്ള കൂടുതൽ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി ടോപ്പിക്കിലോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഹൈപ്പോവോളീമിയ ആൻഡ് ഷോക്ക് മേ ഡെവലപ്പ് വെൻ ഇഞ്ചുറി ഹാപ്പൻ അറ്റ്ലീസ്റ്റ് 20 to 30% ഓഫ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ. ഒരു ബേൺസ് ഒക്കെ ചെയ്തിട്ട് ആ ബേൺസ് നമ്മുടെ ബോഡിയിൽ ഒരു 20 അല്ലെങ്കിൽ 30% നമ്മുടെ ബോഡി സർഫസ് ഏരിയ അഫക്റ്റ് ചെയ്താൽ നമുക്ക് ഹൈപ്പോവോളീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓർഗൻ പെർഫ്യൂഷൻ സെക്കൻഡറി ടു ഫ്ലൂയിഡ് ലോസ്. അപ്പം ഈ ഓർഗൻ പെർഫ്യൂഷൻ ഡിക്രീസ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ബോഡിയിൽ അടുത്ത കാണാനുള്ളൊരു സൈൻ. ഒളിഗ്യൂറിയ, അതായത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 30 ml/h ആണ്. ഇപ്പോൾ അതൊരു ചിൽഡ്രൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 0.5 ml/kg/h ആണ്. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒളിഗ്യൂറിയാണ്, അതായത് സംതിങ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ബോഡി. നമ്മൾ അതനുസരിച്ച് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ അതിൽ നിന്ന് ഓവർകം ചെയ്ത് ഫർദർ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ലബോറട്ടറി ടെസ്റ്റ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒരു ഫസ്റ്റ് 24 ഹവറിൽ
ഹീമോഗ്ലോബിനും ഹെമാറ്റോക്രിറ്റും പൊട്ടാസ്യം ഹൈ ആയിരിക്കും. നമ്മൾ ബ്ലഡ് വാല്യൂ ചെക്ക് ചെയ്യുമ്പം ഫസ്റ്റ് 24 അവർ സോൺ ആഫ്റ്റർ ദ ബേൺസ് അറ്റ് ഫസ്റ്റ് 24 അവറിൽ ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ് ആൻഡ് പൊട്ടാസ്യം ഹൈ ആയിരിക്കും. അതേസമയം സോഡിയം ലോ ആയിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൽ അവർ തരും ഈ 4 ഓപ്ഷനും തരും. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഈ ഡിക്രീസ് ആൻഡ് ഇൻക്രീസിന് ഓൾട്ടർനേറ്റ് ചെയ്ത് ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും തരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യം 24 അവറിൽ എന്താണ് സംഭവിക്കുന്നത്, അതിനുശേഷമുള്ള 42 to 72 അവറിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 24 അവർ ചെയ്യും. പിന്നെ പറയുന്ന 42 to 72 അവറിൽ ഈ നമ്മൾ പറഞ്ഞ ഹീമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റും സോഡിയവും പൊട്ടാസ്യവും എല്ലാം ലോ ആവും. നേരത്തെ ആദ്യം 24 അവറിൽ സോഡിയം മാത്രമായിരുന്നല്ലോ, പക്ഷേ ഇനി ഈ 48 to 72 അവർ ആകുമ്പോഴത്തേക്കും ഈ നേരത്തെ കൂടി നിന്ന ഹീമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റും പൊട്ടാസ്യവും കൂടെ ലോ ആവും. പക്ഷേ ബോഡിയിൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇൻക്രീസ് ആവും. സോ ആ ഒരു ടൈമിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഇൻക്രീസ് ആവുന്നുണ്ട്, പൊട്ടാസ്യം കുറയുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർഗ്ലൈസീമിയയുടെ ഒരു മാനേജ്മെൻറ്റ് കൂടെ അവിടെ ഉൾക്കൊള്ളിക്കണം. സോ നമ്മളിപ്പോൾ മെയിനായിട്ട് 3-4 പോയിന്റ് പറഞ്ഞു. ഈ പോയിന്റുകൾ എല്ലാം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. സോ നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാം. ഇനി മൈനർ ബേൺസിൽ മാനേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പ്രിവെൻറ്റ് ഫർദർ ബേണിംഗ് പ്രോസസ് ബൈ റിമൂവിങ് ക്ലോത്ത്സ് ഓർ ജ്വല്ലറി. നമുക്കറിയാം ഇപ്പോൾ ഒരു ബേൺസ് ഒക്കെ ചെയ്തിട്ട് പേഷ്യൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ബോഡിയിൽ ചിലപ്പോൾ ജ്വല്ലറി കാണും, അല്ലെങ്കിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്ലോത്തിങ്സ് കാണും, അല്ലെങ്കിൽ അവർ ആ ഒരു ബേൺസ് നടന്ന ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക, അവരുടെ ബോഡിയിലുള്ള കൺസ്ട്രക്റ്റീവ് ക്ലോത്തിങ് വളരെ സേഫായിട്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക, ജ്വല്ലറിയൊക്കെ ചെയ്യുക. കാരണം റിമൂവ് ചെയ്യാനെന്നുണ്ടെങ്കിൽ എഡിമയൊക്കെ ഡെവലപ്പ് ആവും, പിന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റാതാവും. അതോടൊപ്പം തന്നെ ബേണായ ക്ലോത്ത് ഇരുന്നിട്ട് ഫർദർ ബേൺസ് ബോഡിയിലോട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി കെമിക്കൽ ബേൺ, ഒരു കെമിക്കൽ ബേണിൻ്റെ കേസിലാണെങ്കിൽ ദ ബേണിംഗ് പ്രോസസ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദ കെമിക്കൽ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്കിൻ. നമുക്കറിയാം കെമിക്കൽസ് എസ്പെഷ്യലി സ്റ്റിക്കി ആയിരിക്കും. അപ്പം നമ്മൾ വളരെ കൂളായിട്ടുള്ള റണ്ണിങ് വാട്ടറിൽ അത് നന്നായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും വാഷ് ചെയ്ത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും സ്റ്റിക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഫർദർ ഇഞ്ചുറിക്ക് അല്ലെങ്കിൽ ബേൺസിന് കാരണമാവും. സോ അതാണ് കെമിക്കൽ ബേണിൻ്റെ ഒരു മെയിൻ പോയിന്റ്. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും റണ്ണിങ് വാട്ടറിൽ അല്ലെങ്കിൽ കൂൾ വാട്ടറിൽ, ഐസ് ഒരിക്കലും ഡു നോട്ട് യൂസ് ഐസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസ് റിലേറ്റഡ് ചിലപ്പോൾ ഒരു പോയിന്റ് കൂടെ ക്വസ്റ്റിൻ്റെ അകത്ത് തരും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഐസ് യൂസ് ചെയ്യാൻ പാടില്ല. കൂൾ വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നന്നായിട്ട് വാഷ് ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മുടെ ബേൺസ് ഒക്കെ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഒരു ഫസ്റ്റ് ലെയർ ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി എന്ന് പറയുന്നത് സ്കിന്നാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് അഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. സോ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. Cover the burns with a clean cloth to prevent contamination and hypothermia. See, ഈ ബേൺസ് ഒക്കെ ചെയ്തു, അപ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷനുകളിൽ ഹൈപ്പോതെർമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ബോഡി കവർ ചെയ്യണം. കവർ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാം ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രിവെൻറ്റ് ഫർദർ കണ്ടാമിനേഷൻ ആൻഡ് ദ ചാൻസസ് ടു ഡെവലപ്പ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ഡെവലപ്പ് ആവാതിരിക്കാനും കണ്ടാമിനേഷൻ ആവാതിരിക്കാനുള്ളൊരു പ്രിക്കോഷനോട് കൂടിയിട്ട് വേണം നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്റ്റെറൈൽ ക്ലോത്ത് കൊണ്ട് വേണം കവർ ചെയ്യാൻ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നല്ല പെയിൻ ഉണ്ടായിരിക്കും, അനാൾജസിക്സ് പ്രൊവൈഡ് ചെയ്യണം, ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ്സ് ഓയിൻമെൻറ്റ്സ് അപ്ലൈ ചെയ്യണം. ദെൻ ഡ്രസ്സിങ്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഡ്രസ്സിങ് ആണ്. ഡ്രസ്സിങ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നോൺ അഡ്ഹറൻറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറോയിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രസ്സിങ് പ്രൊവൈഡ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം വീണ്ടും അത് ഫർദർ ഇഞ്ചുറിക്ക് കാരണമാവും. Then educate the family to avoid using greasy lotions or butter or burn. നമുക്കറിയാം ചില ഏരിയാസിൽ ആൾക്കാർ ബേൺസ് ഉണ്ടായ ശേഷം ചില ഗ്രീസി ലോഷൻസ് അല്ലെങ്കിൽ ബട്ടറൊക്കെ അപ്ലൈ ചെയ്യും. അതൊന്നും ബേസിക്കലി ഒരു നല്ലൊരു മെത്തേഡല്ല, മെഡിക്കലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമില്ല. സോ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ചെറിയൊരു എഡ്യൂക്കേഷനും ഒരു ഫാമിലി കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ദെൻ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യണം. ടെറ്റനസ് കാരണം സംടൈംസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫർദർ ഇൻഫെക്ഷൻസും കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യണം.
പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് ബോഡി സർഫസ് ഏരിയയിൽ ബേൺസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫർദർ ഒരു ബേൺ സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ടൊക്കെ ക്ലയൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്നത്. മൈനർ ബേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിൽ തന്നെ അല്ലെങ്കിൽ നിയറസ്റ്റ് ഉള്ള ഒരു ഫസ്റ്റ് എയ്ഡ് സെൻറ്ററിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ബാക്കി ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാതെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ക്ലയൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻ്റർവെൻഷൻസ് ഫോർ സിവിയർ ബേൺസ് ആണ്. സോ നമ്മളിപ്പോൾ മൈനർ ബേൺസ് പറയുന്ന കോമൺ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പറഞ്ഞു. ഇനി സിവിയർ ബേൺസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പ്രിയോറിറ്റി കൊടുക്കേണ്ട ചില ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എയർവേ ആൻഡ് വെൻറ്റിലേഷൻ. നമുക്കറിയാം സിവിയർ ബേൺസ് ആകുമ്പം ബോഡിയിൽ എസ്പെഷ്യലി എഡിമ ഡെവലപ്പ് ചെയ്യും. ഈ നമ്മുടെ നെക്ക് ഏരിയ ടക്ക് അവിടെയൊക്കെ എഡിമ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലയൻറ്റിന് എയർവേയിൽ ബാധിക്കും. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ബാക്കി കോംപ്ലിക്കേഷൻസിലോട്ട് പോകും. സോ അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ABCക്കാണ്. Then NG2 for the client who is at risk for aspiration. Some clients ഇപ്പം നമുക്കറിയാം ഇതുപോലെ എഡിമയൊക്കെ ഡെവലപ്പ് ചെയ്ത കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആസ്പിറേഷനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ NG2വിൻ്റെ അടുത്ത ഇൻ്റർവെൻഷനിലോട്ട് പോകണം. ഇൻസ്ട്രക്ട് ആൻഡ് അസിസ്റ്റ് ദ ക്ലയൻറ്റ് ടു കഫ് ആൻഡ് ഡീപ് ബ്രീത്ത് എവറി അവർ. Then keep the head of the bed elevated all the time. ഫർദർ ഒരു ഹൈപ്പോവുളിമിയ അല്ലെങ്കിൽ ഷോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റ് ചെയ്ത് വെക്കണം. ദെൻ പ്രൊവൈഡ് ഓക്സിജൻ ആസ് ഓർഡേഡ്. നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഓക്സിജൻ വളരെ ഡ്രൈ ആണ്, അപ്പോൾ ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ മോണിറ്റർ വൈറ്റൽ സൈൻസ്, പെയിൻ മാനേജ്മെൻറ്റ്, ദെൻ ചെക്ക് ഫോർ ദ ഇൻടേക്ക് ഔട്ട്പുട്ട് ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട് എവറിത്തിങ്. നമ്മൾ മോണിറ്റർ വൈറ്റൽ സൈൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്. അതായത് നമുക്കറിയാം ഷോക്കിലോട്ട് പോകുന്നതിൻ്റെ സം ഓഫ് ദ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈപ്പോ ടെൻഷൻ ആൻഡ് ടക്കിക്കാർഡിയ ആണ്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഓർത്ത് വെക്കണം. ആ ഹൈപ്പോ ടെൻഷൻ ആൻഡ് അപ്പോൾ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഹൈപ്പോ ടെൻഷൻ ടക്കിക്കാർഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഷോക്കിലോട്ട് ക്ലയൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വേഗം അതിനുള്ള ഇൻ്റർവെൻഷൻസ് എടുത്ത് അത് പ്രിവെൻറ്റ് ചെയ്യണം. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ്, ദെൻ കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഷോക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഷോക്ക് വരുന്ന സമയത്ത് നമുക്ക് സാധാരണ ക്ലയൻറ്റിൽ കാണിക്കുന്ന ചില കോമൺ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഓൾട്രേഷൻസ് ഇൻ ദ സെൻസോറി. അതായത് നമ്മുടെ അവിടെ കോൺഷ്യസ്നസ് ലെവലിൽ ഉണ്ടാകുന്ന ഓൾട്രേഷൻസ്. ദെൻ ഇൻക്രീസ്ഡ് ക്യാപ്പിലറി റീഫിൽ ടൈം. ഈ ക്യാപ്പിലറി റീഫിൽ ടൈം ഐ തിങ്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നോർമൽ എന്ന് പറയുന്നത് ബിലോ 0.3 seconds ആണ്. അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ക്ലയൻറ്റ് ഈസ് ഗോയിങ് ടു ഷോക്ക്. അപ്പം നമ്മളത് മാനേജ് ചെയ്യണം. ദെൻ യൂറിൻ ഔട്ട്പുട്ട് അറ്റ്ലീസ്റ്റ് 30 ml/h. ചിൽഡ്രൻ ആണെങ്കിൽ 0.5 ml/kg/h. Then rapid interventions for maintaining the body temperature. Then sometimes നമുക്കറിയാം ക്ലയൻറ്റിൻ്റെ ബവൽ മൂവ്മെൻറ്റ്സ് ഓൾട്രേഷൻ ആവും, ഡിക്രീസ്ഡ് ആവും. സോ അപ്പം അത് ഒരു സൈനാണ് ഷോക്കിൻ്റെ. ദെൻ പിന്നെ ബാക്കിയുള്ള കോമൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ഹൈ ന്യൂട്രീഷൻ, കലോറി, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. സംടൈംസ് നമ്മൾ TPN ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ TPN ആണെങ്കിൽ അത് ഹൈ പ്രോട്ടീൻ TPN ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടോട്ടൽ പാനൽ ന്യൂട്രീഷൻ. ദെൻ മാനേജ്മെൻറ്റ് ആൻഡ് കെയർ ഫോർ ദ വൂണ്ട് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് നമുക്കറിയാം. അപ്പം കൂടുതൽ വൂണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ തൈ ഏരിയയിൽ നിന്ന് ടിഷ്യൂസിനെ സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ബേൺ ആയ ഏരിയയിൽ ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഇമ്മൊബിലൈസ് ആയിരിക്കണം, പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഇടവരരുത്, ഡ്രൈ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. സോ ഇത്രയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേൺസിൻ്റെ മാനേജ്മെൻറ്റിലോട്ട് വരുമ്പം ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എസ്പെഷ്യലി യൂറിൻ്റെ കാര്യം, പിന്നെ യൂറിൻ ഔട്ട്പുട്ടിൻ്റെ കാര്യം, എയർവേ മാനേജ്മെൻറ്റ് വരുന്ന പ്രയോറിറ്റിയുടെ കാര്യം, പിന്നെ അതുകൂടാതെ ചിൽഡ്രനിലാവുമ്പോൾ ഔട്ട്പുട്ട്, യൂറിൻ ഔട്ട്പുട്ട് എങ്ങനെയാണ്, പിന്നെ ഷോക്കിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണ്, വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, എന്താണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ടത്, പിന്നെ അതുകൂടാതെ എത്ര പെർസെൻറ്റേജ് ഓഫ് ബോഡി സർഫസ് ഏരിയ വന്നിട്ടുണ്ട് അതനുസരിച്ച് പാർക്ക്ലാൻഡ് ഫോമിൽ ഉപയോഗിച്ച് ഫ്ലൂയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ ഹാഫ്, ഇപ്പം 1000 ആണെങ്കിൽ 500 ml ആദ്യ 8 മണിക്കൂർ കൊണ്ട് നമ്മൾ കൊടുത്ത് തീർക്കണം. പിന്നെ വരുന്ന 500 ml പിന്നീട് വരുന്ന കണ്ടിന്യൂഷനായിട്ടുള്ള 16 മണിക്കൂറിൽ കൊടുക്കണം. സോ അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക. അത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും വരും. സോ അതൊക്കെ പഠിച്ചിരിക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ബേൺ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. സോ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ അതപ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. So first question, the emergency nurse admits a client who was rescued from a burning building. The client's arms and chest are covered with dry, leathery, charred skin that does not blanch.
വിച്ച് ന്യൂ പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ദ നഴ്സ് ഇംപ്ലിമെൻറ്റ് ഫസ്റ്റ്? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് റിവേഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ എമർജൻസിയിലോട്ട് ഒരു ക്ലയൻറ്റ് റെസ്ക്യൂ ചെയ്ത് വന്നു. അത് ബേണിംഗ് ബിൽഡിങ്ങിൽ നിന്നാണ് ക്ലയൻറ്റ് റെസ്ക്യൂ ചെയ്ത് എമർജൻസിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്നപ്പം നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷനിൽ കാണുന്നത് ക്ലയൻറ്റ് ചെസ്റ്റും ആമൊക്കെ ഡ്രൈ ആയിട്ട് ലെതറി ചാട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കറുത്ത കളറ് ആ ഒരു ലെവലിലോട്ട് വരുന്ന സ്കിന്നായിട്ട് ആ ഒരു ഇതാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ അത് ഡസ് നോട്ട് പ്ലാൻസ് ആണ്. അങ്ങനെയുള്ള ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ ഇൻ്റർവെൻഷൻ, നമുക്ക് ഡോക്ടർ വന്ന് പേഷ്യനെ കണ്ടു, ഡോക്ടർ കുറേ ഇൻ്റർവെൻഷൻസ് തന്നു, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കുറേ ഇൻ്റർവെൻഷൻസ് ഇരിക്കുന്നു. നമ്മുടെ എംപ്ലസാം എന്ന് പറയുന്നത് ഐഡിയൽ വേൾഡാണ്. അപ്പോൾ നമ്മുടെ ആ ഐഡിയൽ വേൾഡിൽ നമ്മുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഇരിക്കുന്നു. ഈ ഇരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഇൻ്റർവെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1, അഡ്മിനിസ്റ്റർ 50 to 100 mcg fentanyl IV push Q30 minutes PRN for pain. Second option, apply topical bacitracin ointment to burn wounds twice daily. Third option, infuse 150 ml per hour Ringel lactate solution IV continuously. Fourth option, obtain equipment and prepare client for escargot. സോ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ വാട്ട് ഈസ് ദ തിങ് ദാറ്റ് ഈസ് കമ്മിങ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്? നമ്മളിപ്പോൾ ബേൺസ് മാനേജ്മെൻറ്റിൽ പഠിച്ചു, എമർജൻസി സിറ്റുവേഷനിൽ ഒരു എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു 3rd degree ബേൺസ് വരുന്നൊരു ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി എന്താണ്, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും പ്രയോറിറ്റൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനകത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഓൾറെഡി പഠിച്ചു ഫ്ലൂയിഡ് റീപ്ലേസ്മെൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. എന്തുകൊണ്ടത് കറക്റ്റായി എന്ന് നമുക്ക് നോക്കാം. അപ്പം അതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ്റെ അകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് ദ ക്ലയൻറ്റിന് നമ്മൾ ഫെൻറ്റാനിൽ ആയിട്ടുള്ള 50 to 100 mcg PRനുള്ള മെഡിസിൻ കൊടുക്കാനുള്ളതാണ്. നമ്മൾ പറഞ്ഞു അനാൾജസിക്സ് കൊടുക്കുന്നുണ്ട്, പെയിൻ മാനേജ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അത് ആഫ്റ്റർ ദ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? റാപ്പിഡായിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഷിഫ്റ്റ് കാരണം ക്ലയൻറ്റ് ഹൈപ്പോ ടെൻഷൻ ടക്കിക്കാർഡിയ വഴി ഷോക്കിലോട്ട് പോവുകയും ഫർദർ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എമർജൻസി സിറ്റുവേഷനിലെ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. സോ ഇവിടുത്തെ പ്രയോറിറ്റി, അപ്പം ഫസ്റ്റ് ഓപ്ഷൻ പ്രയോറിറ്റി അല്ല, നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി മൈക്രോബിയലുള്ള ഏജൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, ബസെട്രാസിൻ ഓയിൻമെൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡെയിലി അത് ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ 3rd ഓപ്ഷനിലെ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് പ്രയോറിറ്റി അല്ല, അപ്പോൾ അത് മാറി. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തത് എക്യുപ്മെൻറ്റ് എസ്കാറോട്ടമിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എസ്കാറോട്ടമി ചെയ്യേണ്ടി വരും, പക്ഷേ ഫസ്റ്റ് നമ്മളിവിടെ ഫ്ലൂയിഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷൻ. സോ എനിക്ക് തോന്നുന്നു ഇത് സംഭവം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഇത് വന്നത് മനസ്സിലായി. ഇതേ സമയം ഈ ഫ്ലൂയിഡിന് പകരം ഇവിടെ എയർവേ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റിന് എഡിമയുണ്ട്, അങ്ങനെ നെക്ക് എഡിമയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എയർവേ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ആയിരിക്കും ആൻസറായിട്ട് വരിക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആ ഒരു സിനാരിയോ ബേസ് ചെയ്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏതാണെന്ന് നമ്മൾ നോക്കണം. അതാണ് ഇവിടെ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണാം. A client who suffered a burn injury has received fluid resuscitation and is now diuresis stage, indicating the end of the emergent phase. Which prescription is the highest priority at this time? ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ പഠിച്ചിരിക്കുന്ന ക്ലയൻറ്റ് ഓൾറെഡി വന്നിട്ട് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് ആ എമർജൻറ്റ് ഫേസിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇപ്പോൾ ക്ലയൻറ്റ് നിൽക്കുന്നത്, ഡയോറിസിസ്. ആ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇനിയുള്ള പ്രിസ്ക്രിപ്ഷനിൽ ഏതൊരു പ്രിസ്ക്രിപ്ഷനാണ് അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവെൻഷനാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1, അഡ്മിനിസ്റ്റർ എൻറ്ററൽ ഫീഡിങ്സ് അറ്റ് ദ റിട്ടേൺ ഓഫ് ബവൽ സൗണ്ട്സ്. ഓപ്ഷൻ 2, അസിസ്റ്റ് ദ ക്ലയൻറ്റ് ഇൻ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് ആസ് ടോളറേറ്റഡ്. ഓപ്ഷൻ 3, കോൺടാക്ട് ദ ക്ലയൻറ്റ്സ് റിലീജിയസ് അഡ്വൈസർ ഫോർ സ്പിരിച്വൽ സപ്പോർട്ട്. ഓപ്ഷൻ 4, educate the client family about the dressing and medications management. What do you think? Which would be the right answer? I hope most of you got the right answer. നമ്മുടെ ആൻസർ 1 ആണ് കറക്റ്റ്. എന്തുകൊണ്ടത് കറക്റ്റായി? നമ്മൾ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ, അതായത് എമർജൻറ്റ് ഫേസ്, ആ ഒരു ഫ്ലൂയിഡ് ഷോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മാനേജ് ആയി. ഇനി നമ്മൾ ക്ലയൻറ്റിന് ഇപ്പോൾ ഇവിടെ പെയിൻ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കിക്കേ,
അസസ് ദ ക്ലയൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അതൊക്കെ ഒരു റീഹാബിലിറ്റേറ്റീവ് സ്റ്റേജിലോട്ട് ആ ഒരു ഫേസിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ക്ലയൻറ്റിനെ അല്ലെങ്കിൽ ഏകദേശം ഹീലിംഗ് ഒക്കെ ക്ലിയർ ആയി ഇനി ക്ലയൻറ്റ് ഡിസ്ചാർജനായി ആ ഒരു മൊമെൻറ്റിലാണ് ഇനി ബാക്കി ഈ ഒരു ബേൺ കൊണ്ട് വന്ന ചിലപ്പോൾ ചിലർക്ക് കോൺട്രാക്റ്റേഴ്സ് കാണും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആ ഒരു സിറ്റുവേഷൻ വെച്ച് എങ്ങനെയാണ് ഒരു ഡെയിലി ലൈഫിൽ ഇനി അതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ക്ലയൻസ് റിലീജിയസ്. ഓക്കെ, അത് വേണം. പക്ഷേ ഇപ്പോൾ ബബൽ സൗണ്ട്സ് റിട്ടേൺ ആവുന്ന സമയത്ത് ഫുഡ് കൊടുത്ത് ക്ലയൻറ്റിൻ്റെ ഹീലിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണോ അതോ ഇപ്പോൾ ഒരു സ്പിരിച്വൽ അഡ്വൈസറിനെ വിളിച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്? അത് ചെയ്യണം. പക്ഷേ അത് നമ്മൾ ക്ലയൻറ്റിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മളിവിടെ നോക്കേണ്ടത് മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ്. നമ്മൾ ഏതാണ് ആദ്യം നോക്കേണ്ടത്? ഫിസിയോളജിക്കൽ നീഡ് ഓഫ് എ ക്ലയൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്ത ശേഷമേ ബാക്കി നമ്മൾ ഈ പറയുന്ന സൈക്കോളജിക്കലോട്ട് വരുള്ളൂ. മാസ്ലോസ് ഹയറാർക്കി ഓഫ് ലോസ് നമുക്കറിയാം, ആ പിരമിഡിൻ്റെ അത് താഴെ ഫിസിയോളജിക്കൽ വരും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സേഫ്റ്റി, ദെൻ സൈക്കോളജിക്കൽ നീഡ്സ്, ദെൻ സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ വരുന്നത്. സോ അപ്പോൾ ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഈ ആൻസർ എടുക്കുന്നത്. ഇനി ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ കൂടിയും ശരി, നമ്മൾ ബേൺസ് മാനേജ്മെൻറ്റ് പഠിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഓപ്ഷൻ 1 ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇനി എടുക്കാൻ പറ്റുന്ന, തന്നിരിക്കുന്നതിൽ എടുക്കാൻ പറ്റുന്ന ഒരു പ്രയോറിറ്റി ആൻസർ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ എന്ന്. പിന്നെ അവർ പറയുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തേത് നമ്മൾ കണ്ടു, എഡ്യൂക്കേറ്റ് ദ ക്ലയൻസ് ഫാമിലി അബൌട്ട് ഡ്രസ്സിങ് ആൻഡ് മെഡിക്കേഷൻസ്. അത് വേണം. നമ്മൾ ഡിസ്ചാർജ് ടൈമിൽ നമ്മൾ അല്ലെങ്കിൽ ക്ലയൻറ്റ് വീട്ടിലോട്ട് പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ ക്ലയൻറ്റിനോട് പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെയാണ് ക്ലയൻറ്റ് ഫാമിലി ആൾക്കാർ ക്ലയൻറ്റിൻ്റെ ബാക്കിയുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഹെൽത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതോടെ ഡിസ്ചാർജ് ടൈമിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് ക്ലിയർ ആണല്ലോ. സോ അപ്പം നമ്മൾ ഒരു 2 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.